ഹൂത്തികൾക്കും അമേരിക്കയ്ക്കും ഇടയിൽ സംഭവിക്കുന്ന സംഘർഷങ്ങൾ ഒരു പുതിയ ഉയരം കീഴടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 തവണ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിൽ അവർ ഉള്ള ആ ഒരു ലൊക്കേഷൻസിനെ നോക്കി ഹൂത്തീസ് അവരുടെ 20-ലധികം മിസൈൽസിനെ അയച്ച് ഒരു ആക്രമണ ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, എന്തുകൊണ്ട് ഇപ്പൊ യാതൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ഒരു ആക്രമണം ചെയ്യണം? അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഒരു 2 ദിവസത്തിന് മുൻപ് ഹൂത്തികളെ ആക്രമിച്ചല്ലോ, അതിനുള്ള പ്രതികാരമാണോ ഇതെന്ന് ചോദിച്ചാൽ അതല്ല. ഇന്ന് ചില മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യൻ സമയം അനുസരിച്ച് നോക്കിയാൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഹൂത്തീസിന്റെ നിയന്ത്രണത്തിലുള്ള സെനോഫ് പ്രവിശ്യയിൽ 10-ലധികം സ്ഥലങ്ങളിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചിട്ടുണ്ട്. ഇതിന് പകരം വീട്ടുന്ന രീതിയിലാണ് ഹൂത്തീസ് ഇപ്പോ ഈ ഒരു ആക്രമണം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹൂത്തീസിന്റെ ഒരു ഡ്രോൺ അമേരിക്ക ഇന്റർസെപ്റ്റും ചെയ്തിട്ടുണ്ട്. ഇവയെക്കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്ഥിരതയില്ല. ഇതിന് പുറകിൽ പല പ്രശ്നങ്ങളും നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹമാസ് വേഴ്സസ് ഇസ്രായേൽ എന്ന യുദ്ധവും ഇറാന്റെ ആണവായുധം സംബന്ധിക്കുന്ന പ്രഖ്യാപനങ്ങളും ഇറാന്റെ ആണവായുധ സ്റ്റേഷനുകൾക്ക് എതിരെ എപ്പോൾ വേണമെങ്കിലും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ഒരാക്രമണം നടത്താൻ കഴിയും എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് ഒരിക്കലും ഒരു സമാധാനത്തിലേക്ക് പോവുകയില്ല. ഇപ്പോ വീണ്ടും ഹമാസിനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ തുടങ്ങിയതിനു ശേഷം ലോകരാജ്യങ്ങളെല്ലാം ഇതിന് ഒരു എതിർപ്പ് അറിയിച്ചാലും ഇസ്രായേൽ അവരുടെ നിലപാടിൽ നിന്നും ഒരൽപ്പം പോലും പുറകിലേക്ക് പോകില്ല. വീണ്ടും ഈ ബോംബ് ആക്രമണങ്ങൾ ഗാസയിൽ തുടങ്ങുന്നുണ്ട്. പ്രത്യേകം പറയണമെങ്കിൽ ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ അടുത്ത ഘട്ടമായി ഒരു സീസ് ഫയർ വരില്ല എന്ന തലത്തിലേക്ക് പ്രശ്നങ്ങൾ അവിടെ അധികമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ഒരു പുതിയ പ്രശ്നം മുളച്ചിരിക്കുന്നത് സിറിയയാണ്. സിറിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്രായേൽ അവിടെ ഏതെങ്കിലും പ്രദേശത്തെ പിടിച്ചെടുത്തോ, അല്ലെങ്കിൽ HDSനും ഈ SDFനും ഇടയിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം അധികമായോ എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തയിൽ വരിക. എന്നാൽ ഇത്തവണ തുർക്കിയെ കാരണമായി കാണിച്ചാണ് സിറിയയ്ക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. തുർക്കിയിൽ കഴിഞ്ഞ 2 ദിവസമായി ജനങ്ങളുടെ പ്രതിഷേധം അധികമാകുന്നുണ്ട്. അവിടെയുള്ള സർക്കാരിന് എതിരെയുള്ള പ്രതിഷേധം. ഇത് എത്രത്തോളം വലിയ പ്രശ്നമായി മാറിയെന്ന് ചോദിച്ചാൽ ആ രാജ്യത്തെ പ്രസിഡന്റിൽ നിന്നും ശരിയായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് 10,000-ഓളം ആളുകൾ ഒരു സ്ഥലത്ത് വെച്ച് നടത്തിയ പ്രതിഷേധത്തെ തടയാനായി ഇപ്പോ റിസർവ്ഡ് ഫോഴ്സസിനെ എല്ലാം ഇസ്താൻബുളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ സുരക്ഷ നടത്താനും അവിടെ സംഭവിക്കുന്ന ഈ പ്രതിഷേധങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും ഈ റിസർവ്ഡ് ഫോഴ്സസിനെ അവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെ തുർക്കിക്ക് ഒരു തിരിച്ചടിയായി മാറും എന്ന് ചോദിച്ചാൽ ഈ അതിർത്തിയോട് ചേർന്ന പ്രദേശം അവിടെയുള്ള മിലിറ്ററി പേഴ്സൺസിനെ എല്ലാം ഈ പ്രതിഷേധത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഭാഗികമായി പിൻവലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചായി അവിടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ തുർക്കിയിൽ വീണ്ടും ഈ പ്രശ്നം വഷളാവുകയാണെങ്കിൽ ഇവരുടെ ഈ പഴയ രാജ്യമെന്ന സ്വപ്നം, ഒട്ടോമൻ സാമ്രാജ്യം എന്ന ആ ഒരു സ്വപ്നം, അതെല്ലാം ഇവിടെ ഒരു വലിയ ഫുൾ സ്റ്റോപ്പിന് കാരണമാകും. മാത്രവുമല്ല, ഈ HDSന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിരവധി മേഖലകളിൽ ചാവേർ ബോംബാക്രമണങ്ങളെല്ലാം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ HDS സംഘടനയ്ക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ സിറിയയെ നിയന്ത്രിക്കുന്ന ഒരു ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറിയിരിക്കുകയാണ്. കാരണം സിറിയ എന്നത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കീ പ്ലെയർ ആണ്. ഇസ്രായേൽ, ലബനൻ, ഇറാൻ, ഇറാഖ്, ഇങ്ങനെ ഏത് രാജ്യം എടുത്താലും സിറിയയിൽ ആരുടെ ഇൻഫ്ലുവൻസ് ആണോ അധികമായിട്ടുള്ളത് അവരുടെ പവർ ആയിരിക്കും മിഡിൽ ഈസ്റ്റിൽ പൊങ്ങി നിൽക്കുക. ഇതിനിടയിൽ ഹൂത്തീസിന്റെ പ്രശ്നം വീണ്ടും എപ്പോഴും ഇല്ലാത്ത വിധത്തിൽ ഉയർന്ന ഒരു ടെൻഷൻ പോയിന്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാമ്പുറം നടന്ന കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 2 ദിവസം മുൻപ് അമേരിക്ക ഹൂത്തികളുടെ പല പ്രദേശങ്ങൾ ആക്രമിക്കുന്നു. 12ഓളം പേർ മരിച്ചു. അതിന് ഒരു പകരം വീട്ടുന്ന രീതിയിൽ 2 തവണ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ഒരു ആക്രമണ ശ്രമം നടത്തി. ഇതിൽ ഞങ്ങളുടെ ചില മിസൈൽസ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിൽ പതിച്ചു, ആക്രമിച്ചു എന്നൊക്കെ ഹൂത്തീസ് ഒരു ക്ലെയിം നടത്തിയിരുന്നു. എന്നാൽ അതിനുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് ഒന്നും നൽകിയില്ല. അമേരിക്ക പക്ഷെ ഇത് പൂർണ്ണമായും നിഷേധിച്ചു. ഞങ്ങളുടെ യുദ്ധക്കപ്പലുകളിൽ അങ്ങനെ യാതൊരു മിസൈലും വന്ന് പതിച്ചിട്ടില്ല, ആക്രമിച്ചില്ല എന്ന്. പക്ഷേ ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 സ്ഥലങ്ങളിൽ, അതായത് ഹൂത്തീസിന്റെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന ഗോഡൌൺസിലും അവരുടെ അണ്ടർഗ്രൗണ്ട് എമിനേഷൻ ഡെപ്പോസിലും എവിടെയെല്ലാമാണോ ഈ സ്ഫോടക വസ്തുക്കൾ മറച്ചു വെച്ചിരുന്നത് അവിടങ്ങളിലെല്ലാം അമേരിക്ക ആക്രമണം നടത്തിയെന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. പക്ഷേ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പുറത്ത് പറഞ്ഞിട്ടില്ല.
അപ്പോ ഇങ്ങനൊരു വാർത്ത എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് മറ്റെവിടുന്നുമല്ല, മെഷർ ന്യൂസ് ഏജൻസി. ഇത് ഹൂത്തികൾ റൺ ചെയ്യുന്ന അവരുടെ സ്വന്തം ഒരു മാധ്യമമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടേതായ വാർത്തകൾ പുറത്തുവിടാൻ അവരുപയോഗിക്കുന്ന ഒരു സംഘടന. അതിൽ നിന്നാണ് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്ര പേർ മരിച്ചു, ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ അടുത്ത 3-4 മണിക്കൂറിനുള്ളിൽ തീർച്ചയായും പുറത്തു വരും. കാരണം ഇപ്പോഴും യാതൊരു മെയിൻ സ്ട്രീം മീഡിയയും ഇതിനെക്കുറിച്ച് പുറത്ത് കവർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കൂടാതെ ഹൂത്തീസിന്റെ നേതാവ് ഈ ഒരു ആക്രമണത്തിന് ശേഷം അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇതിന് ശേഷം ചെങ്കടൽ മേഖലയിൽ ഏതൊരു അമേരിക്കൻ കപ്പലിനെയും നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു യുദ്ധക്കപ്പൽ അകത്തേക്ക് പ്രവേശിച്ചാൽ അത് ഹൂത്തീസിന്റെ മിസൈലുകൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഇതുവരെയും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്ത രീതി വ്യത്യസ്തമായിരുന്നു. പക്ഷെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നിരീക്ഷിക്കുന്ന ആ ഒരു വിധം തന്നെ മാറാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, അമേരിക്ക ഹൂത്തീസിന്റെ പൊസിഷൻസിൽ എന്തിന് ആക്രമിച്ചു എന്ന് ചിന്തിക്കേണ്ടി വരും. അമേരിക്ക ആ ഒരു ചൂട് അനുഭവിക്കുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക എന്നും പറഞ്ഞു. ഇതിന് അമേരിക്ക എന്ത് മറുപടി പറഞ്ഞു എന്നുകൂടെ അറിയണ്ടേ? ഹൂത്തീസ് എന്തെല്ലാമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൂത്തീസ് കാരണം ചെങ്കടൽ പ്രദേശത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാകുന്നത്, അവയ്ക്കെല്ലാം ഇറാൻ മറുപടി പറയേണ്ടി വരും. കാരണം അവർ നൽകുന്ന ആയുധമുള്ളതുകൊണ്ട്, അവർ ബാക്ക് സപ്പോർട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു വലിയ ആക്രമണം ഹൂത്തീസ് നടത്തുന്നത്. പക്ഷെ ഇതൊന്നും ഏറെ ദിവസത്തേക്ക് ഞങ്ങൾ വെറുതെ വിടില്ല. ഈ പ്രശ്നത്തിന് കാരണമായ വ്യക്തികളെ ശിക്ഷിച്ചാൽ ഈ പ്രശ്നം പൂർണ്ണമായും അവസാനിക്കും. അപ്പോ ഇവിടെ ഹൂത്തീസ് എന്നത് ഒരു പ്രോക്സി മാത്രമാണ്. യമനിലുള്ള അത്രയും സംഘടനകൾ, ഹൂത്തീസ് പോലെ തന്നെ ഒരുപാട് സംഘടനകൾ ഉണ്ട്. അവരെ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരോക്ഷമായി അവരെ ഭരിക്കുന്നത് ഇറാനാണ്. അങ്ങനെയാണെങ്കിൽ ഇറാനെ ആക്രമിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇനി ഇവിടെ ഇറാൻ വെറുതെ ഇരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കപ്പലിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോ തന്നെ ഇറാന്റെ IRGCയും ഒരറിയിപ്പ് കൊടുത്തു, ബാലിസ്റ്റിക് മിസൈൽസിന്റെ ചലനം അവിടെ ധാരാളം ഉണ്ട് എന്ന്. എന്നാൽ ആ വാർത്ത നിരസിച്ചു. ആ കപ്പലിന്റെ ചില ഡേറ്റാസ് നൽകിയിട്ടുണ്ട്. ഫുട്ടേജസിനെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്ത ഫുട്ടേജ് വെരിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ കപ്പലിന്റെ ചില ലൊക്കേഷൻസ് പുറത്ത് പറഞ്ഞതിലൂടെ ഈ സംഭവത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ അധികമാക്കിയിട്ടുണ്ട്. അമേരിക്ക ആണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലെയിം നടത്തിയിട്ടേയില്ല. അപ്പൊ ഹൂത്തീസിനെതിരെയുള്ള അടുത്ത ഘട്ട ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ചെങ്കടൽ പ്രദേശത്ത് യാതൊരു നോർമലൈസേഷനും ഇനി വരില്ല എന്നതാണ് കാണിക്കുന്നത്. ഇതിൽ ഹൂത്തീസ് വീണ്ടും ഒരു പടി മുകളിലേക്ക് ചെന്ന് പറഞ്ഞത്, ഇതിന് മുൻപ് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഏതെങ്കിലും ചില കപ്പലുകളെ, ഇസ്രായേൽ ആക്സസ് ചെയ്യുന്ന ചില കപ്പലുകളെ ഞങ്ങൾ അതുവഴി പോകാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന് ശേഷം ഇസ്രായേൽ ആക്സസ് ചെയ്യുന്ന കപ്പൽ എന്നല്ല, ഇസ്രായേലിന്റെ സൗഹൃദ രാജ്യങ്ങൾക്ക് പോലും ആരെങ്കിലും ഇതുവഴി കപ്പൽ കൊണ്ടുപോയാൽ അതിനും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ വരെയും ഈ ചെങ്കടൽ മേഖലയിലൂടെ കപ്പലിന്റെ പോക്കുവരത്തുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ചില പെർസെന്റേജിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് 60-40 ആയി, അല്ലെങ്കിൽ 70-30 ഇങ്ങനെ കപ്പലുകൾ പോകുന്ന ആ ഒരു നിരക്കിൽ മാറ്റം സംഭവിച്ചാലും ഈ ചെങ്കടൽ പ്രദേശത്ത് കപ്പലുകളുടെ പോക്കുവരത്ത് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല. എന്നാൽ ഹൂത്തീസിന്റെ ഈ ഒരു അവകാശവാദത്തിന് ശേഷം ഒരുപക്ഷെ അവർ വീണ്ടും അക്രമാസക്തരാവുകയാണെങ്കിൽ ഈ വഴി പോകുന്ന കപ്പലുകൾക്ക് ഒരു വലിയ അപകടം തന്നെ ഹൂത്തീസിന്റെ മിസൈൽസ് കാരണം സംഭവിക്കും. എന്നാൽ അമേരിക്ക എന്തായാലും ഇത്തവണ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കയിൽ ഈ ഒരു ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ പോലെ ഒരു കാര്യത്തെ വലിച്ചു നീട്ടി ഒരു കാലതാമസം ഉണ്ടാക്കാതെ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ട്രംപ് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർ ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാം മിഡിൽ ഈസ്റ്റിനുള്ളിൽ വീണ്ടും ഒരു യുദ്ധം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് അധികമാക്കുന്നത്. കാരണം ഇവിടെ ഹൂത്തീസിനെ ആക്രമിച്ചാൽ അടുത്ത ടാർഗറ്റ് ഇറാനാണ്. ഇറാനെ ആക്രമിച്ചാലോ അവർ വെറുതെ ഇരിക്കില്ല, ഒരു യുദ്ധം തന്നെ അവിടെ ഉണ്ടാകുമെന്നും പറയുന്നു. അപ്പോ ഈ ഭൗമ രാഷ്ട്രീയത്തിൽ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് അമേരിക്കയുടെ ഓരോ ചലനവും ഇവിടെ ഊഹിക്കാനേ കഴിയാത്തതുപോലെയാണ്. ഒരേ ഒരു കാര്യം കണ്ണടച്ച് പറയാൻ സാധിക്കും, ഇസ്രായേലിനെ അവർ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇസ്രായേൽ ചെയ്യുന്ന ഒന്നിനും അവർ തിരികെ ചോദ്യം ചോദിക്കുകയും ഇല്ല. ഇത് മാത്രം നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഇന്ന് വീണ്ടും അമേരിക്ക ഹൂത്തീസിനെ ആക്രമിച്ചു. ഇതിന് ഹൂത്തീസിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒരു പക്ഷേ ഹൂത്തീസിന്റെ റെസ്പോൺസ് സിവിയർ ആയിരിക്കുകയാണെങ്കിൽ അതിന് അമേരിക്കയുടെ മറുപടി എന്തായിരിക്കും? ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.